എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. അല്ല, ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല കവള്. ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. എത്ര മോശമായിട്ടാണ് ജനവിധിയെ CPM വിലയിരുത്തുന്നത്? മോശം അഭിപ്രായം. CPMന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്, M മണി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. എന്താ ഉറക്കം വരുന്നു? ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി ശാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു. ഇതെല്ലാം വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. അവരുടെ വീട്ടിൽ നിന്നല്ല ആർക്കും ഔദാര്യം കൊടുക്കുന്നത്, സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ്. ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത്. ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റാണ്. എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്താണോ ഇതെല്ലാം? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഒത്തിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമര്യാദയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. തെറ്റെന്റെ ഭാഗത്താ. സോറി ഫോർ എവരിതിങ്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ.